നമസ്കാരം, നോർദിക് മലയാളിയിലേക്ക് സ്വാഗതം. വിദേശത്ത് പഠിക്കാൻ താല്പര്യമുള്ളവർ ഈയിടെ കണ്ടിരിക്കാൻ സാധ്യതയുള്ളതാണ് UK പഠിക്കാൻ പോയൊരു പെൺകുട്ടി അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചൊരു വീഡിയോ. ഈ തീമിനെ തന്നെ ബേസ് ചെയ്ത് മറ്റ് പല ചാനലുകളും ഇതുപോലെയുള്ള വീഡിയോകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫിൻലൻഡിലെ സ്ഥിതിയെക്കുറിച്ചും ഇതുപോലൊരു വീഡിയോ ചെയ്യണമെന്ന് കുറച്ച് നാളായിട്ട് ആലോചിക്കുന്നു. അപ്പോഴാണ് ഈ വാർത്ത കണ്ടത്. ഫിൻലൻഡിൽ ഭക്ഷണത്തിന് വേണ്ടി ഫുഡ് ബാങ്കിനെ ആശ്രയിക്കേണ്ടി വരുന്നവരുടെ കൂട്ടത്തിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതാണ് വാർത്ത. ഈ സന്തോഷ രാജ്യത്തും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നവരുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം. പക്ഷേ ഈ വർഷം മാർച്ചിൽ പബ്ലിഷ് ചെയ്ത റിപ്പോർട്ട് പ്രകാരം ജനസംഖ്യയുടെ 17% പേര് ദാരിദ്ര്യത്തിൻ്റെ വക്കിലാണ്. ഇത് 2023 കണക്കാണ്. 2024 വലിയ മെച്ചമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അതവിടെ നിൽക്കട്ടെ, നമുക്ക് സ്റ്റുഡൻസിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. എന്താണ് ഇന്നത്തെ സ്ഥിതി? ഫുഡ് ബാങ്കിൻ്റെ ക്യൂ നിൽക്കുന്ന ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന പല മലയാളി സ്റ്റുഡൻസും ഉള്ളതായിട്ട് അറിയാം. ഇതുപോലെ ബുദ്ധിമുട്ടുന്ന 2 മലയാളി വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഇവിടുത്തെ ഹ്യൂമൻ റൈറ്റ്സ് സംഘടന ഇടപെട്ടു എന്നറിയാൻ കഴിഞ്ഞു. ഇത്രയും മോശമല്ലെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റ് വിദ്യാർത്ഥികളുണ്ട് എന്നും അറിയാൻ കഴിഞ്ഞു. പക്ഷേ UK വിദ്യാർത്ഥിനിയെ പോലെ ഇവരാരും ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ താല്പര്യപ്പെടുന്നില്ല. എന്താണ് ഈ സ്ഥിതിക്ക് കാരണം? യൂറോപ്പിലെ തന്നെ ഏറ്റവും കൂടുതൽ ജീവിത ചെലവുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഫിൻലൻഡ്. കണക്കുകൾ പ്രകാരം EUവിലെ ആവറേജ് വില നിലവാരത്തെക്കാട്ടിലും 25% കൂടുതലാണ് ഫിൻലൻഡിലെ ചെലവ്. രണ്ടാമത്, പാർട്ട് ടൈം ജോലി ചെയ്ത് ജീവിത ചെലവിനുള്ള പണം കണ്ടെത്തുക എന്നുള്ളത് എളുപ്പമല്ല. ഭാഷയാണ് പ്രശ്നം. കുറച്ച് ഫിനിഷൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോലി കിട്ടാൻ എളുപ്പമായിരിക്കും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. ഭാഷ ഒരു പ്രശ്നമാണ്. ക്യാപിറ്റൽ ഏരിയയും താമ്പരെ, തുർക്കു പോലെയുള്ള വലിയ നഗരങ്ങളിലും ഒഴിച്ചാൽ ഫിന്നിഷ് ലാംഗ്വേജ് ഇല്ലാണ്ട് ജോലി കിട്ടുക എന്നുള്ളത് ഒരു പ്രശ്നമാണ്. പക്ഷേ ഭാഷ മാത്രമല്ല പ്രശ്നം. ഫിൻലൻഡിൽ ഇൻ്റർനാഷണൽ വിദ്യാർത്ഥികൾ മാത്രമല്ല പാർട്ട് ടൈം ജോലി നോക്കുന്നത്. ഫിന്നിഷ് വിദ്യാർത്ഥികളും സ്വന്തം ജീവിത ചെലവിന് പണം കണ്ടെത്താനായിട്ട് പാർട്ട് ടൈം ജോലി ചെയ്യുന്നവരാണ്. ഇപ്പോൾ തന്നെ ഫിൻലൻഡിൽ തൊഴിലില്ലായ്മ വളരെ കൂടുതലാണ്. യൂറോപ്പിലെ തന്നെ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഫിൻലൻഡ്. ഈ വർഷം അത് കൂടിയിട്ടേ ഉള്ളൂ തന്നെ. ഇത് പുതുതായി പഠിച്ചിറങ്ങുന്നവർക്ക് ജോലി കിട്ടാത്തതുകൊണ്ട് മാത്രമല്ല, പല മേഖലകളിലും ലേ ഓഫ് നടക്കുന്നതുകൊണ്ട് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് പാർട്ട് ടൈം ജോലിക്കായിട്ട് മത്സരിക്കേണ്ടി വരുന്നത് ഇവിടെയുള്ള സ്റ്റുഡൻസിനോട് മാത്രമല്ല, ഇതുപോലെ അൺഎംപ്ലോയിഡായിട്ട് പക്ഷേ വർഷങ്ങളായിട്ട് ഇവിടെ ജോലി എക്സ്പീരിയൻസ് ഉള്ളവരോട് കൂടിയാണ്. ഇവരാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇവിടെ ജനിച്ചു വളർന്നവരാകാം, അല്ലെങ്കിൽ ഇവർ വർഷങ്ങളായിട്ട് ഫിന്നിഷ് ഭാഷ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചവരോ ആയിരിക്കാം. ഈയിടെ വന്ന മറ്റൊരു വാർത്ത നോക്കൂട്ടാ. സാധാരണ സമ്മർ ജോബ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് കുറച്ച് കൂടുതൽ നേരം വർക്ക് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാനുള്ളൊരു മാർഗ്ഗമാണ്. അതുപോലെ 16-18 വയസ്സുള്ള കുട്ടികൾക്കും അവർക്ക് കുറച്ച് പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടും വർക്ക് ലൈഫ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടും ഉള്ളൊരു അവസരമാണ്. ഈ വക ജോലികൾക്കും അൺഎംപ്ലോയിഡും എക്സ്പീരിയൻസ്ഡും ആയിട്ടുള്ള ആൾക്കാർ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ആദ്യം കാണിച്ച റിപ്പോർട്ടിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം കൂടിയുണ്ട്. അത് എഡ്യൂക്കേഷണൽ ഏജൻസികളുടെ റോളിനെ കുറിച്ചാണ്. ആർക്കാഡ എന്ന സ്ഥാപനത്തിൻ്റെ ഇന്ത്യയിലുള്ള ഒരു എഡ്യൂക്കേഷൻ ഏജൻറ്റ് ഫിൻലൻഡിൽ പഠനത്തിനോടൊപ്പം വിദ്യാർത്ഥികൾക്ക് മാസം 1750 യൂറോ മുതൽ 2000 യൂറോ വരെ ജോലി ചെയ്തുണ്ടാക്കാം എന്നാണ് അത്ര പറയുന്നത്. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ആർക്കാഡ ഇടപെട്ട് ഈ മാർക്കറ്റിംഗ് മെറ്റീരിയൽ മാറ്റിയിട്ടുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഏതാണ്ട് എല്ലാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതുപോലെയുള്ള എഡ്യൂക്കേഷണൽ ഏജൻറ്റുമാരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവാം. അവരൊക്കെ ഇങ്ങനെയുള്ള പല വാഗ്ദാനങ്ങളും നൽകുന്നുണ്ടാവാം. ചുരുക്കം ചില ഭാഗ്യവാന്മാരുടെ കാര്യത്തിൽ പാർട്ട് ടൈമൊക്കെ ജോലിയൊക്കെ വേഗം ശരിയായി കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകുന്നുണ്ടാവാം. പക്ഷേ സാധാരണ പരസ്യങ്ങളെ പോലെ പരസ്യവും റിയാലിറ്റിയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. ഇനി പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടാനുള്ള ചാൻസിനെ കുറിച്ച് പറയുമ്പോൾ സ്ഥിതി അത്ര നല്ലതല്ല. ഫോറിൻ സ്റ്റുഡൻസിന് ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചുള്ള വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഫോറിൻ സ്റ്റുഡൻസിൽ ഏകദേശം 25% പേർക്കാണ് അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള ജോലി ലഭിക്കുന്നുള്ളൂ. IT ഹെൽത്ത് കെയർ മേഖലയിൽ സ്ഥിതി കുറച്ച് ഭേദമാണ്. ഏകദേശം 40% പേർക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചിട്ടുള്ള ജോലി ലഭിക്കുന്നുണ്ട്. എന്നാൽ റെസ്റ്റോറൻറ്റ്, ഹോസ്പിറ്റാലിറ്റി അടങ്ങിയ സർവീസ് മേഖലയിൽ ഇത് വെറും 6% മാത്രമാണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് ക്വാളിഫിക്കേഷന് ചേരുന്ന ജോലി കിട്ടുന്നവരുടെ മാത്രം കാര്യമാണ്. ഇനി മൊത്തത്തിൽ നോക്കുമ്പോൾ ഫിൻലൻഡിൽ 40% ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് മാത്രമേ ജോലി ലഭിക്കുന്നുള്ളൂ എന്നാണ് 2022 കണക്കുകൾ പറയുന്നത്. അതും
പഠിത്തം കഴിഞ്ഞ് 5 വർഷത്തിനുള്ളിൽ. അപ്പോൾ പഠിത്തം കഴിഞ്ഞ ഉടനെ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വലിയ ലോണൊക്കെ എടുത്തിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ തിരിച്ചടവൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം വർക്ക് ബേസ്ഡ് മൈഗ്രേഷൻ കൂടുതൽ വേണം, കൂടുതൽ ഫോറിൻ സ്റ്റുഡൻസ് വേണം എന്നാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നയം. ഫിൻലൻഡ് ഗവൺമെൻറ്റിൻ്റെ ടാലൻറ്റ് ബൂസ്റ്റ് പ്രോഗ്രാമിലും ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് കൺട്രിയാണ്. പിന്നെ പോരാത്തതിന് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് വന്നിരുന്നത് റഷ്യയിൽ നിന്നാണ് 2022 വരെ. ഇപ്പോൾ അത് സ്വാഭാവികമായിട്ടും കുറഞ്ഞു. അപ്പോൾ ഈ കുറവ് നികത്തുകയും വേണം. അപ്പോൾ പിന്നെ ഫിൻലൻഡ് ഫോറിൻ സ്റ്റുഡൻസിനെ മാടി വിളിക്കുന്നു എന്നൊക്കെ നിങ്ങൾ ഇനി പലയിടത്തും കണ്ടുവന്നിരിക്കും. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട്. ഫിൻലൻഡ് സ്റ്റുഡൻസ് റെസിഡൻസ് പെർമിറ്റ് എടുക്കുന്നത് ഫിൻലൻഡിൽ PR കിട്ടാനും ഫാമിലി ആയിട്ട് സ്ഥിരതാമസമാക്കാനുള്ളൊരു ഉപാധിയായിട്ടാണ് പല വിദ്യാർത്ഥികളും കാണുന്നത്. എന്നാൽ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഫിൻലൻഡിന് നല്ല റെപ്യൂട്ടേഷൻ ഉണ്ട്, ഫിനിഷ് എഡ്യൂക്കേഷന് നല്ല വാല്യൂ ഉണ്ട്. അത് മനസ്സിലാക്കിയിട്ട് വിദ്യാഭ്യാസം നേടുക എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കും വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് വരുന്നത് എന്ന രീതിയിലാണ് ഫിന്നിഷ് ഗവൺമെൻറ് ഇതിനെ കാണുന്നത്. അതായത് എഡ്യൂക്കേഷനാണ് പ്രധാനം, മൈഗ്രേഷൻ അല്ല എന്ന് ചുരുക്കം. അതേസമയം ഫിൻലൻഡിന് ഭാവിയിൽ കൂടുതൽ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ വേണം എന്നുള്ളതും അതിന് ഒരു വഴി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇവിടെ വന്ന് പഠിച്ച് സെറ്റിലാകുക എന്നുള്ളതാണ് എന്ന് ഇവിടുത്തെ ഗവൺമെൻറ് മനസ്സിലാക്കുന്നുണ്ട്. 2030 ആകുമ്പോഴേക്കും 75% ഫോറിൻ സ്റ്റുഡൻസും പഠിത്തം കഴിഞ്ഞ് ഇവിടെ ജോലി നേടണം എന്നാണ് ഗവൺമെൻറ് ലക്ഷ്യമാകുന്നത്. അപ്പോഴും 75% ഉള്ളോട്ടാ, 100% ഇല്ല. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി വെച്ചിട്ട് ഈ ലക്ഷ്യം നേടാൻ പറ്റുമെന്ന് കണ്ടു തന്നെ അറിയണം കേട്ടോ. ആക്ച്വലി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു 5-8 വർഷം മുമ്പ് ഇവിടെ non-EU സ്റ്റുഡൻസിന് ഫീസ് ഉണ്ടായിരുന്നില്ല. പിന്നെ അത് ഫീസായി. അപ്പോഴും 1500 യൂറോ ഈടാക്കണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പഠനത്തിൻ്റെ മുഴുവൻ ചെലവും ഈടാക്കണം എന്നായി. ഇപ്പോൾ പഠിത്തത്തിൻ്റെ ഇടയിൽ ജോലി കിട്ടിയാലും രക്ഷയില്ല, ഫീസ് അടയ്ക്കാണ്ട് എന്ന നിലയായി. പഠനം കഴിഞ്ഞ് ഫിൻലൻഡ് വിടാൻ സാധ്യതയുള്ള വിദ്യാർത്ഥികൾ അങ്ങനെ ഫ്രീ ആയിട്ട് പഠിക്കണ്ട എന്ന് ചുരുക്കം. പഠനം കഴിഞ്ഞ് ജോലി കിട്ടാതെ വിദ്യാർത്ഥികൾ കൂടുതലായിട്ടും ഫിൻലൻഡിൽ നിന്ന് പുറത്തു പോകാൻ ശ്രമിക്കുമ്പോൾ ഗവൺമെൻറ് ഫീസ് കൂടുതലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്കത് കണ്ടിട്ട് തോന്നുന്നത്. അപ്പോൾ ഒരാൾ പോലും ഫിൻലൻഡ് ഒരു ഓപ്ഷനായിട്ട് കാണരുത്, ഇങ്ങോട്ടാരും വരരുത് എന്നാണോ പറയുന്നതെന്ന് ചോദിച്ചാൽ അല്ല, ഇവിടുത്തെ സ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു ഡിസിഷൻ എടുക്കുക എന്നാണ് പറയുന്നത്. ഫിൻലൻഡിൽ വന്ന് പഠിക്കുമ്പോൾ പാർട്ട് ടൈം ജോലി കിട്ടിയില്ലെങ്കിലും ബുദ്ധിമുട്ടില്ലാണ്ട് പഠനം പൂർത്തിയാക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടോ? പഠിത്തം കഴിഞ്ഞു, ജോലി കിട്ടിയില്ല, നിങ്ങൾ സ്റ്റേ ബാക്ക് ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റുഡൻസ് റെസിഡൻസ് പെർമിറ്റിൻ്റെ അതേ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് തന്നെയാണ് മീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും നാളത്തെ പഠിത്തത്തിൻ്റെയും താമസത്തിൻ്റെയും ചിലവിന് ശേഷം വീണ്ടും സ്റ്റേ ബാക്ക് ഓപ്ഷൻ്റെ സമയത്തും ഉള്ള ചിലവ് മീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അത് ജോലിയില്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ കൂടി ചിന്തിക്കുക. കിടപ്പാടോ മറ്റ് സ്വത്തുവകകളും വിറ്റിട്ട് ഫിൻലൻഡിലേക്ക് പഠിക്കാൻ വരണോ എന്നുള്ളത് ആലോചിക്കുക. സ്പൗസ് വർക്കിംഗ് ആണെങ്കിൽ സ്റ്റുഡൻസ് റെസിഡൻസ് പെർമിറ്റ് കിട്ടിയ ഉടനെ സ്പൗസിൻ്റെ ജോലി കളഞ്ഞിട്ട് ഇങ്ങോട്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഉത്തരത്തിരിക്കുന്നത് കിട്ടിയില്ല, കക്ഷത്തുള്ളത് പോവുകയും ചെയ്തു എന്നുള്ള അവസ്ഥയാവും. തീർച്ചയായിട്ടും നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടി കഷ്ടപ്പെടാനും ബുദ്ധിമുട്ടാനും ഒക്കെ തയ്യാറായിട്ടായിരിക്കും ഭൂരിഭാഗം സ്റ്റുഡൻസും ഇങ്ങോട്ട് വരിക എന്നറിയാം. എന്നാലും എന്തൊക്കെയാണ് കഷ്ടപ്പാടുകൾ എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് നല്ലൊരു ഡിസിഷൻ എടുക്കുക. Thank you for watching Nordic Malayali.